ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇത് കണ്ടോ, നമ്മൾ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ മായാപ്പാവലെല്ലാം കായ്കളായി തുടങ്ങി. പെൺപൂ വന്നതെല്ലാം ഒരു പൂ പോലും നഷ്ടപ്പെടാതെ എല്ലാം തന്നെ നമുക്ക് കായ്കളായിട്ട് ലഭിച്ചു. ആദ്യം ഇതിൽ കൂടുതലായിട്ടും ആൺപൂവായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതൊക്കെ മാറി എല്ലാം മിക്കതും പെൺപൂവാകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടിപ്പ് പ്രയോഗിച്ചു. അത് നമ്മൾ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അതിന് മുമ്പേ പറയാമേ, ഇവിടെ നമ്മളെല്ലാം കായ്കളായതിനെല്ലാം തന്നെ ഇതുപോലെ കവറിട്ട് നിർത്തിയിരിക്കുന്നത് കായീച്ചയുടെ ശല്യം ഉണ്ടാവാതിരിക്കാനാണ്. കായീച്ച വരുമ്പോൾ കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് പോളിനേഷൻ കഴിയുന്ന ഉടനെ തന്നെ നമ്മൾ കവറിട്ട് കൊടുക്കും. എന്നാൽ ഇവിടെ ഒരാളിങ്ങനെ ഇതിൻ്റെ ഇടയിൽ മറഞ്ഞിരിക്കുകയായിരുന്നു, നമ്മൾ കണ്ടില്ലായിരുന്നു. അതിൻ്റെ ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല, അതിൽ ഇത്രയായിട്ടുണ്ട്. അപ്പോൾ കവറിട്ട് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം കായീച്ചയുടെ ശല്യം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് പ്ലാസ്റ്റിക് കവറോ അല്ലെന്നുണ്ടെങ്കിൽ പേപ്പറോ വാഴയിലയോ നമുക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം. കുപ്പി ഇതുപോലെ കുപ്പി എടുത്തിട്ടാലും നല്ലതുതന്നെ. മഴയില്ലെങ്കിൽ പേപ്പറാണ് ഏറ്റവും സൗകര്യമേ. ഇത് നമ്മൾ നേരത്തെ കുക്കുംബറിന് കൊടുത്തിട്ടുണ്ടായിരുന്ന കവറായിരുന്നേ. നമ്മൾ തന്നെ ഇവിടെ 2 ഗ്രോ ബാഗിനകത്താണ് ഇത് നട്ടിട്ടുള്ളത്. പിന്നെ ഈ ഗ്രോ ബാഗിൻ്റെ പുറത്ത് നമ്മൾ തൊടുമ്പോൾ തന്നെ കണ്ടു, ഇത് പോട്ടി മിക്സ് അത്ര ലൂസാണ്. നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഓക്സിജൻ സർക്കുലേഷൻ നടക്കത്തില്ല. മണ്ണ് ഉറഞ്ഞു പോയി കഴിയുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് മോശമായി പോകും. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കരിയിലയാണ് കൂടുതലും. കരിയില പൊടിച്ചതാണ് മണ്ണുമായിട്ട് ഇവിടെ മിക്സ് ചെയ്തിട്ടുള്ളത്. മണ്ണ് പുളിപ്പ് കളഞ്ഞിട്ടുള്ളതാണ്, അതായത് അസിഡിറ്റി ഇല്ലാത്ത മണ്ണാണ് എടുത്തിരിക്കുന്നത്. അടിവളമായിട്ട് നൈട്രജൻ കൂടുതലുള്ള വളം നമ്മളിവിടെ ചാണകപ്പൊടിയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലുപൊടി മസ്റ്റായിട്ടും കൊടുക്കണം. കാരണം ചെടി വളർന്നു വന്ന് കായാവുന്ന സമയത്ത് സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുന്ന വളമാണ് എല്ലുപൊടി. അപ്പോൾ നമ്മുടെ കായ്ഫലമാകുന്ന സമയത്തോട്ട് അതിന് നല്ല ഗുണം കിട്ടുന്നതിന് വേണ്ടി, നല്ല വലിപ്പമുള്ള കായ്കൾ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പാവൽ കൃഷി ചെയ്യുമ്പം നിർബന്ധമായിട്ടും എല്ലുപൊടി ഉപയോഗിക്കണം. അതുപോലെ ചെടിയുടെ വളർച്ചയ്ക്കും എല്ലാം എല്ലുപൊടി അത്യാവശ്യമാണ്. വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ കൊടുക്കുന്നത് മണ്ണിൽ കൂടെയുള്ള കീടങ്ങളുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെടികൾ പൂത്ത് കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മൾ 1-2 പ്രാവശ്യം നമ്മൾ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുത്തേ. സ്ഥിരമായിട്ട് ആൺപൂക്കൾ മാത്രം കൂടുതലായിട്ട് വരികയും പെൺപൂക്കൾ കുറഞ്ഞിരിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യുന്നൊരു ടിപ്പിൻ്റെ കാര്യം പറഞ്ഞു. അതിന് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ വളർന്നു വരുന്ന തലപ്പ് ഇത്രയും വെച്ച് നമ്മൾ നുള്ളിക്കളഞ്ഞു. പിന്നെ ഇത് കുറേ ബ്രാഞ്ചുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരികയും പിന്നീട് നിറച്ച് പെൺപൂവും അതുപോലെ ആൺപൂവും രണ്ടും ഉണ്ടാകും. അങ്ങനെ 2 പൂവുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് കായ്കൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. പാവലിൽ മാത്രമല്ല, പെൺപൂവ് കുറവുള്ള ഏത് പടർന്നു കയറുന്ന ചെടിയിലായാലും ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ചാൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ചെടികൾ കൂടുതൽ കരുത്തോടെ വളരുന്നതിന് വേണ്ടിയിട്ട് വള്ളി പടർന്ന് പന്തലിൽ കയറി കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പടരാൻ തുടങ്ങുമ്പോഴത്തേന് ഇതിൻ്റെ ഈ പന്തൽ വരെ ഉണ്ടായിരുന്ന എല്ലാ ഇലകളും നമ്മൾ കട്ട് ചെയ്ത് കളയുമേ. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു ശിഖരം വരുന്നത് കണ്ടോ. അപ്പോൾ കൂടുതൽ ബ്രാഞ്ചുകൾ ഇവിടുന്ന് വരുവാണല്ലോ എന്ന് വിചാരിച്ച് നമ്മളതിനെ നിലനിർത്തിക്കൊണ്ട് പോകും. അത് ചെടി പെട്ടെന്ന് മുരടിച്ചു പോകുന്നതിന് കാരണമാകും. അതുകൊണ്ട് ഇങ്ങനെ വരുന്നത് തന്നെ ആദ്യമേ നമ്മളങ്ങ് നുള്ളി മാറ്റി കളയണം. പന്തൽ വരെ നമുക്ക് ഈ ഒറ്റ വള്ളിയായിട്ട് പോകുന്നതാണ് ചെടിയുടെ ആരോഗ്യത്തിനും കൂടുതൽ വിളവ് ലഭിക്കുന്നതിനും ഏറ്റവും നല്ലത്. അതുപോലെ പന്തൽ നിറച്ച് തിങ്ങി നിറഞ്ഞില നിൽക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള ഇലകൾ അങ്ങു നിന്നും ഇങ്ങു നിന്നും എല്ലാം കട്ട് ചെയ്തിട്ട് സൂര്യപ്രകാശവും കാറ്റും ഒക്കെ നമ്മുടെ ഈ ചെടിയിൽ സ്പർശിക്കുന്ന രീതിയിൽ ഇതിനെ ആക്കണം. എങ്കിൽ മാത്രമേ കൂടുതൽ വിളവ് ലഭിക്കുകയുള്ളൂ. ഇത് മായപ്പാവലാണ്. നല്ല വലുപ്പമുള്ള, നല്ല ഗുണമുള്ള, നല്ല ടേസ്റ്റുള്ള പാവലാണ് മായപ്പാവൽ. അത് നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ മായപ്പാവൽ, ഓണക്കൂറ് പാവൽ പോലെയുള്ള 5-6 ഇനത്തിൽ വെറൈറ്റി ആയിട്ടുള്ള പാവൽ വിത്തുകളുണ്ട്. അതുപോലെ 300-ലധികം വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറി സീഡ്സും നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കാറ്റലോഗ് നോക്കിയിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.